നമസ്കാരം. നമസ്കാരം. 50,000 രൂപയുണ്ട്. താങ്ക് യു. നീ ഉടനെ വിളിക്കല്ലേ? പോക്കിത്തരം കാണിക്കരുത് കേട്ടോ. വേലപ്പനാണെങ്കിലേ വേലത്തിന് കയ്യിലിരുന്നാ മതി. എന്റെ അടുത്ത് കാണിക്കരുത് കേട്ടോ. എന്താ സംഭവം? എന്താ കാര്യമെന്നേ ഞാൻ പറഞ്ഞതല്ല. എന്താണെന്ന് പറയാ. എനിക്കൊന്നും അറിയില്ല. എന്താ കാര്യം? താനും കൂടെ ചേർന്നായിരുന്നോ? രണ്ടും കൂടെ ചേർന്ന് കളിപ്പിക്കല്ലേ? എന്താ പറ്റി സാർ? ഇത് കണ്ടോ, ഇത് കണ്ടോ, നോക്ക്. എന്താ അച്ഛന്റെ മട്ടി മാഞ്ഞു പോയോ? നോക്കടാ, കണ്ടില്ലേ? ഇത് കണ്ടോ? രണ്ട് മാന്യന്മാർ കൊണ്ടുവന്ന സാധനമായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? അത് പിന്നെ പറയാനുണ്ടോ അല്ലേ? കഴിക്ക്. നമുക്ക് ഒന്നുകൂടി ഫോൺ ചെയ്ത് നോക്കാം. നീ കാണിച്ച നിറവില്ലായ്മയ്ക്ക് അഹങ്കാരത്തിനും നിന്നോട് ഇത് ചെയ്താ പോരാ. ഇത്തരം തട്ടിപ്പോയാൽ നിനക്കൊക്കെ തമാശയായിരിക്കും. പക്ഷെ എനിക്കുണ്ടായ മാനക്കേട് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം കുടുംബത്തിൽ പിറക്കണം, പിന്നെ അഭിമാനത്തോടെ ജീവിക്കാൻ പഠിക്കണം. ഇതൊക്കെ നിന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? നിന്നെയൊക്കെ ജനിപ്പിച്ച് മാനവും മര്യാദ ശീലിപ്പിക്കാതെ അഴിച്ചു വിട്ടവരെ വേണം പറയാൻ. നിനക്കൊക്കെ വേണ്ടത് എന്താന്ന് എനിക്കറിയാം, പക്ഷെ എന്നെ അതിന് കിട്ടില്ല. നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട. ഹരി, ഇന്ന് സിമന്റ് എടുത്തില്ലെങ്കിൽ തേപ്പം മടങ്ങും. നീ ആ സത്യപാൽ സാറിനെ ഒന്ന് വിളിക്കേ. ആ വാലുമാക്രി പെണ്ണിന്റെ കീടബുദ്ധിയൊക്കെ എന്തിനാ അയാളെ അറിയിക്കുന്നത്? അയ്യോ, അത് പറയാനല്ല, കാശ് ചോദിക്കാൻ. കാശിന്റെ കാര്യം മിണ്ടുമ്പോഴൊക്കെ ഹരി തീർക്കാൻ ഞാൻ ഏറ്റവും അയാള് പറയുന്നത്. എവിടെ ഇട്ട് തീർക്കാനാ? ഹരി ആര്? രമണി ചേച്ചിയാ? വരണം, ഇരിക്കണം. ഹരി ക്ഷമിക്കണം, പൈസ വരാൻ കുറച്ച് വൈകി. ഇത് 3 ലക്ഷം രൂപയുടെ ചെക്ക. ചേട്ടൻ ഡിസംബറിൽ വരും. അപ്പോഴേക്കും പണിയൊക്കെ ഒന്ന് സ്പീഡാക്കണം. ഇനി മുടങ്ങുന്ന പ്രശ്നമേ ഇല്ല. അടുത്ത ആഴ്ച വലിയൊരു വർക്ക് തീരാനുണ്ട്. അതിന്റെ ബില്ല് സെറ്റിൽമെന്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ പണത്തെ 2 വീട് പണിയാ. എന്നാ ഞാൻ ഇറങ്ങാം. ദൈവം നമ്മെ രക്ഷിച്ചു. ഇതിപ്പോ 3 ലക്ഷമല്ല, 30 ലക്ഷം. എല്ലാരും ഒന്ന് കൈയടിച്ചേ. ലോക പ്രശസ്തമായ ചൈനീസ് വട മിക്സിന്റെ ഡെമോൺസ്ട്രേഷന് വേദി ഒരുക്കി തന്ന പോച്ചമ്പള്ളി നഗർ റെസിഡൻഷ്യൽ അസോസിയേഷന്റെ കീഴിലുള്ള കുടുംബശ്രീയിലെ അംഗങ്ങളായ മഹിളകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാൻ വരട്ടെ. ഈ ചൈനയിൽ നിന്നുള്ള ഉഴുന്നുവട മിക്സ് കേരളത്തിൽ എങ്ങനെ എത്തി? 1957 ഹുയിൻ സാങ് എന്ന ചീന സഞ്ചാരി ഇതിവിടെ കൊണ്ടുവന്നിരുന്നു. പക്ഷെ അന്നത് ഇവിടെ ഏറ്റില്ല. തുടർന്ന് ആഗോളവൽക്കരണവും ഉദാരവൽക്കരണവും നടപ്പിലായ ശേഷം ഇതിപ്പോൾ 7 ഭൂഖണ്ഡങ്ങളിൽ ലഭ്യമാണ്. അന്റാർട്ടിക്ക, യുറേഷ്യ, യുറേനിയ, യൂറിയ. ചൈനയിൽ ഇതിന് പറയുന്ന പേരെന്താണെന്ന് അറിയോ? അതവർക്ക് അറിയില്ല. ഞാൻ പറയാം. വടാങ് ഷുഡാങ് എന്ന് വെച്ചാൽ ഷടയെന്ന് വട, അതായത് ഇൻസ്റ്റന്റ് വട. ഞാൻ തുടങ്ങട്ടെ. ഇവിടെ ഉഴുന്നുമാവ് കിട്ടുമല്ലോ, പിന്നെ എന്തിനാ ചൈനയിൽ നിന്ന് കൊണ്ടുവരുന്നേ? ഇവിടുത്തെ ഞഞ്ഞാപിഞ്ഞ വടയല്ലത്. രുചിച്ചു നോക്ക്, എന്നിട്ട് പറയൂ. നീ പോയി കുറച്ച് പേപ്പർ പ്ലേറ്റ്സ് കൊണ്ടുവരൂ. വെള്ളം ചേർത്ത് മാവ് കുഴച്ചത് നിങ്ങൾ കണ്ടല്ലോ. പരമ്പരാഗത രീതിയിൽ വട ഉണ്ടാക്കുന്നത് പോലെ പച്ചമുളക്, ഇഞ്ചി, ഉള്ളി, കുരുമുളക് ഇതൊന്നും ചേർക്കണ്ട. ഇതിന്റെ എല്ലാം എസൻസ് ചൈനയിൽ ചേർത്തിട്ടുണ്ട്. ഈ രീതിക്ക് അജിനോമോട്ടോ എന്നാണ് പറയുന്നത്. എണ്ണ ഇതുപോലെ വെട്ടിത്തിളച്ച് കഴിയുമ്പോൾ 250 മില്ലിഗ്രാം കണക്കിന് മാവെടുക്കണം. ഇതിന്റെ ഒരു പ്രത്യേകത, ഈ വടയ്ക്ക് തുളയിടണമെന്നില്ല. എണ്ണയിൽ വീഴുമ്പോൾ തുള താനെ വീണോളൂ. നോക്കൂ, മാവെടുക്കുക, ഒഴിക്കുക, തുള വീഴുന്ന നോക്കിക്കൊള്ളൂ. സത്യം പറഞ്ഞ ഞാൻ ഭയങ്കര ടെൻഷനിലായിരുന്നു. ദൈവം സഹായിച്ച് കൃത്യസമയത്ത് തന്നെ എല്ലാ ജോലിയും തീർന്നു. ഞാൻ വിചാരിച്ചാലും കൂടുതൽ ഭംഗിയായിട്ടുണ്ട്. ഇതാ വീടിന്റെ താക്കോൽ. മെഷർമെന്റ്സ് എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. നാളെ തന്നെ ഫൈനൽ ബില്ല് തരാം. അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് മതി. അയ്യോ സാർ, അങ്ങനെ പറയരുത്. ഒരു 10 ലക്ഷമെങ്കിലും വേണം. ഇവിടെ ഒന്നും ഉണ്ടാവില്ല. കല്യാണത്തിന് 5-8 ദിവസമല്ലേ ഉള്ളൂ. പണത്തെ പറ്റി ഓർത്ത് ഹരി വിഷമിക്കണ്ട. തനിക്ക് തരാനുള്ള തുക പൈസ കണക്ക് തീർത്ത് തന്നിരിക്കും. അതും തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് തന്നിരിക്കും. ഹരി ധൈര്യമായിട്ട് ചെല്ല് ഹരി. പിന്നൊരു കാര്യം, പാലുകാച്ചലിന്റെ തലേന്ന് തന്നെ എത്തിയേക്കണം. മറക്കരുത്. നമുക്കൊന്ന് കൂടണം. ചെല്ല്.
എന്താ എന്താ പ്രശ്നം? പുതിയ SI ചാർജ് എടുത്തിട്ടുണ്ട്. സ്ട്രിക്ട് ചെക്കിംഗ് ആണ്. ഇതിന്റെ പേപ്പേഴ്സ് ഒക്കെ ഓക്കെയാണ്. അതുകൊണ്ടൊന്നും കാര്യമില്ല, ആളൊരു പ്രശ്നക്കാരനാ. ഇതുപോലൊക്കെയുള്ള മാരണങ്ങൾ എന്റെ തലയിലാണല്ലോ വന്നപ്പെടുന്നത്. സർ, പേപ്പേഴ്സ്. ഏത് പേപ്പേഴ്സ്? കാറിന്റെ പേപ്പേഴ്സ്. അതെന്നെ കാണിക്കേണ്ട കാര്യം എന്താ? താൻ ചെല്ല്. നിക്കണോ? എവിടാണോ പേപ്പേഴ്സ്? ഞാൻ കാണിച്ചല്ലോ. എപ്പോ കാണിച്ചു? അഭ്യാസം എടുക്കരുത് കേട്ടോ. ഫുൾ ആയിട്ട് പേപ്പേഴ്സ് സാർ, ഇത് ഓക്കെയാണ് സാർ. ഓക്കെ ആണോന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഓക്കെ ആയ പേപ്പേഴ്സ് ഓക്കെ അല്ലെന്ന് സ്ഥാപിക്കാനാ സർക്കാർ ഞങ്ങൾക്ക് ശമ്പളം തരുന്നത്. മനസ്സിലായോ? തന്റെ ഹെൽമെറ്റ് എവിടെ? സാർ, ഞാൻ കാറിലാണ് വന്നത്. അതുകൊണ്ട് കാറിൽ വന്നാലും ഏതിൽ വന്നാലും ഹെൽമെറ്റ് ആര് വെക്കണം ആര് വെക്കണ്ട തീരുമാനിക്കുന്നത് ഞങ്ങൾ സർക്കാരും ചേർന്ന. താൻ എന്ത് ചെയ്യുന്നു? ഞാൻ കോൺട്രാക്ടറാണ്. എന്ത് കോൺട്രാക്ടർ? ഞാൻ ബിൽഡിംഗ് കോൺട്രാക്ടറാണ്. ഞാൻ ആരെന്നറിയോ? ഞാൻ SI വിനോദ് കുമാർ. അറിയോ? തന്റെ കാർ എവിടെ? തന്റെ കാർ എവിടെ? സാർ, ദാ കിടക്കുന്നു സാർ. തന്റെ മുഖത്ത് എന്താ ഒരു ദേഷ്യം? സാർ, ദാ കിടക്കുന്നു സാർ. അതാണോ കാറ്? ആ. എടോ, ഇതിനെ കാറെന്ന് വിളിച്ചാ പിന്നെ കാറിനെ എന്തോന്ന് വിളിക്കൂടോ? സാർ, ഞാൻ അത്യാവശ്യമായിട്ട് വീട്ടിൽ പോകണം സാർ. അത്യാവശ്യമായിട്ട് പോണോ? ഞാൻ കാണിച്ചു തരാം. തന്റെ വണ്ടി ഫുൾ ആയിട്ട് ചെക്ക് ചെയ്യണം. സാർ. വാടാ ഇങ്ങോട്ട്. ഇതിന്റെ ഡിക്കി ഉറക്കാം. ഡിക്കി ഉറക്കണോ? ഹെൽമെറ്റ് ഇല്ല, പോണോ? എറിഞ്ഞിടോ. തുറക്ക്. പോയിക്കളഞ്ഞല്ലോ അവൻ. പെട്ടെന്ന് തുറക്കണോ? മൈ ഗോഡ്! ടെററിസം, കോൺസ്പിറസി, സാർ, ഇതെല്ലാം എന്റെ പണിയായുധങ്ങളാണ്. അതെ, നിന്നെപ്പോലുള്ള തീവ്രവാദികളുടെ പണിയായുധങ്ങൾ. ക്ലോസ് ഇറ്റ്. നിന്റെ ഡ്രൈവർ എവിടെ? സാർ, ഞാനാണ് ഓടിച്ചോണ്ട് വന്നത്. അപ്പൊ നിന്റെ മുതലാളി എവിടെ? സാർ, ഞാൻ തന്നെയാണ്. ഇതാരാ ഇത്? ആരുമില്ല. ആരുമില്ലെങ്കിൽ പിന്നെ ഇതോ നോക്കണോ? ആരെയാ ഈ ഒളിപ്പിച്ചിരിച്ചിരിക്കുന്നത്? സത്യമായിട്ടും ഇതാരാണെന്ന് എനിക്കറിയില്ല. നിനക്കറിയില്ലല്ലേ? കിഡ്നാപ്പിംഗ്, അബ്ഡക്ഷൻ, ഹറാസ്മെന്റ് ആൻഡ് മൊളസ്റ്റേഷൻ. മിനിമം 14 വർഷം ജയിലിൽ കിടക്കാനുള്ള വകുപ്പ്. സർ. Come on, arrest him. സാർ,